ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ ഷാളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയാണ്. നമ്മൾ എടുത്തിട്ടുള്ള കെട്ടുകമ്പി നമ്മൾ ഈ ഒരു ബോട്ടിലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. നമുക്കിത് ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു 10 എണ്ണം നമുക്ക് ചെയ്തെടുക്കണം. അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള 10 എണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഫ്ലവറിന്റെ ഇതളുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതളിന്റെ ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും നമുക്ക് ഷോളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായി നമുക്ക് പഴയ ഷാൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഇതള് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതളുകളുടെ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ കമ്പിയിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാത്തിലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ ഇതളുകളുടെയും ഈ ഒരു ഭാഗം നമ്മൾ ഫ്ലവറിന്റെ നടുക്ക് ഒരു റെഡ് കളർ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും വരാനുള്ളതാണ്. പിന്നീട് നമ്മൾ വീണ്ടും കെട്ടുകമ്പിയിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമുക്ക് ഇതളുകളെല്ലാം വെച്ച് കൊടുക്കേണ്ടത്. ഫ്ലവറിന്റെ നടുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് കളർ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ വേസ്റ്റ് കോട്ടനും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്തിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ വേസ്റ്റ് കോട്ടൺ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കമ്പിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നൂല് ഉപയോഗിച്ച് നല്ലതുപോലെ ടൈറ്റ് ആക്കി ഒന്ന് കെട്ടിക്കൊടുക്കണം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകളെല്ലാം നമുക്കിനി ഇതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇതളുകളും ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. നമ്മൾ ഷാളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ടാണ് വരേണ്ടത്. എല്ലാ ഇതളുകളും നമുക്ക് ഇതുപോലെയാണ് അതിലേക്ക് കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഇതളുകളും നമുക്ക് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. പഴയ ഷാള് വെച്ച് ചെയ്തെടുക്കുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇതളുകളും നമ്മൾ ഇതുപോലെ അതിലേക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാണ്. പഴയ ഷോള് വെച്ച് വേറെയും ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പൊ ഇതാ നമ്മളതിൽ കൂടുതലായി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് വെച്ച് കെട്ടി കൊടുത്തിട്ടുള്ള ഓരോ ഇതളുകളും നമുക്ക് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കണം. എല്ലാ ഇതളുകളും നമ്മൾ ഇതുപോലെ മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഓരോ ഇതളുകളും ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മളിതിൽ ഇലകളൊന്നും വെച്ച് കൊടുക്കുന്നില്ല. പഴയ ഷാള് ഗ്രീൻ കളറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതളുകൾ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് ഇലയും ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ പഴയ ഷാള് വെച്ച് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ 2 ഫ്ലവറും കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.